അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് സംബന്ധിച്ചിടത്തോളം ധാരണയില്ല. അദ്ദേഹം ഒരു മലയാളിയാണെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറ്റസമ്മതത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നിയമം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പരസ്യ സംവാദം അത് വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ മിനിസ്റ്റർ സ്ഥലവും തീയതിയൊക്കെ നിശ്ചയിച്ചിരുന്നു. അതിൽ അസൗകര്യമുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറയുന്നത്. നാളെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും ആ പരിപാടി ഒഴിവാക്കേണ്ടതാണ്. ഞങ്ങളുടെ പരിപാടി ഒഴിവാക്കേണ്ടതാണ്. ഞാനൊരു സമയവും ഒരു സ്ഥലവും പറഞ്ഞല്ലോ. ഇനി അദ്ദേഹം ഒരു സ്ഥലവും സമയവും പറയട്ടെ. അത് ഏത് ദിവസമാണെങ്കിലും എനിക്കത് അംഗീകരിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഞാൻ തയ്യാറാണ്. ഉച്ചയ്ക്ക് ശേഷം ആവലെന്ന് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ. കാരണം എനിക്ക് വാഹന പ്രചരണ ജാഥയാണ് ഉള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. നിയമം വികസനൻ്റെ ഞാനിത് എല്ലാ വീടുകളിലും ഓരോ കോപ്പി കൊടുത്തിരിക്കുക. ആ വികസന രേഖയിൽ ഓരോ ഇനം ഇത് ഫോട്ടോ അടക്കമുള്ള ഓരോ ഇനങ്ങളായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് 10 പുതിയ പാലങ്ങൾ 82 കോടി രൂപ, വിദ്യാഭ്യാസ മേഖല 75 കോടി രൂപ. കാരണം 24 സ്കൂളുള്ളതിൽ 19 സ്കൂളിലും പുതിയ കെട്ടിടമായി. പിന്നെ ആരോഗ്യ മേഖല 63 കോടി രൂപ, പിന്നെ മറ്റ് വികസനങ്ങൾ 322 കോടി രൂപ, നൈപുണ്യ വികസനത്തിന് 51 കോടി രൂപ. അങ്ങനെ ആ നിലയിൽ നമുക്ക് ഓരോ ഇനത്തിനും ഇതൊരു സ്കൂളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ? സ്കൂളെന്ന് പറഞ്ഞാൽ നേമത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളത്തേക്ക് പോകുമ്പോൾ വാഴമുട്ടത്ത് 12 കോടി രൂപയാണ് അനുവദിച്ചിട്ട്. 12 കോടി. അത് നമ്മൾ വിചാരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലോട്ട് ഒരുപാട്. ലിഫ്റ്റുണ്ട്, AC മുറികളൊക്കെയാണ്. പിന്നെ സ്കൂളുകളുടെ സ്റ്റാർസ് പതിവ് ഉൾപ്പെടുത്തി 15 LP സ്കൂളുകളുടെ പിന്നെ വർണ്ണക്കൂടാരം പദ്ധതി, അതിൻ്റെ എല്ലാ പേരും എഴുതി എല്ലാ സ്കൂളും വന്നിട്ട് സ്മാർട്ട് ക്ലാസ് റൂംസ് എല്ലാ ഇതും വന്നിട്ടുണ്ട്. പാലം തൃക്കണ്ണാപുരം പിന്നെ സത്യനഗർ മുടവമ്മകൾ സത്യനഗർ പാലം CM ഇട്ട പേരെന്ന് പറയുന്നത് സത്യൻ നഗറിൽ സത്യൻ്റെ ഒരു സ്ഥലം. ഇപ്പുറത്തെ മോഹൻലാലിൻ്റെ മുടവമ്മകൾ. മോഹൻലാൽ സത്യൻ നഗർ പാലം എന്നാണ് CM ഇട്ട് ചെയ്ത പേര് പറഞ്ഞത്. 12 കോടിയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ളൊരു ഭയമാണോ? ഈ ആദ്യം ഒരു വെല്ലുവിളി നടത്തുന്നു, സംവാദത്തിന് തയ്യാറാണ് എന്നൊക്കെ പറയുന്നു, പിന്നീട് പല ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണോ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ചെയ്യുന്നത്? അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് സംബന്ധിച്ചിടത്തോളം ധാരണയില്ല. ഇപ്പോൾ BJPയുടെ പ്രവർത്തകർക്ക് നാട്ടിൽ ചെന്ന് ഒരു വികസനം നടക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 5 വർഷക്കാലം ശ്രീ O രാജഗോപാൽ സാറ് MLA ആയിരുന്ന അവസരത്തിലും അതിനുശേഷം ഞാൻ 5 വർഷക്കാലം MLA ആയിരുന്ന അവസരത്തിലും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത് ചരിത്രത്തിലില്ലാത്ത വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ആദ്യം അദ്ദേഹം അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രിയായിരുന്ന അവസരത്തിൽ കേരളത്തിന് വേണ്ടിയോ നിയമമണ്ഡലത്തിന് വേണ്ടിയോ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മലയാളിയാണെന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി. അത് അദ്ദേഹം സമ്മതിച്ചതിൽ അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് നേമം റെയിൽവേ. ആ വികസനം ഒന്നും നടക്കുന്നില്ലല്ലോ. അവർ മറുപടി പറയണമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ നേമത്തുകാരോട്. ആ വികസനം ഒന്നിപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്.